ഇവിടെ ഇപ്പോ തെങ്ങുണ്ട്, മാവുണ്ട്, വാഴയുണ്ട്, പ്ലാവുണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. അപ്പം ഒന്നിന് പകരം വയ്ക്കാൻ മറ്റേതിനാവില്ല. ഇപ്പൊ ഇവിടെ കുറെ തെങ്ങുണ്ട്, അതുകൊണ്ട് മാവിനൊരു ഉപകാരം ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇവിടെ കുറെ തെങ്ങുണ്ട്, അതുകൊണ്ട് മാവ് കൊള്ളില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. തെങ്ങിന് തെങ്ങിന്റേതായ സവിശേഷതകളും മാവിന് മാവിന്റേതായ സവിശേഷതകളാണ് ഉള്ളത്. അപ്പൊ അതുപോലെ തന്നെ നിനക്ക് പകരം നീ മാത്രമേ ഉള്ളൂ. അത് നീ മനസ്സിലാക്കണം, അല്ലേ? നമ്മളെല്ലാരും യൂണീക്കാണ്. ഓരോരുത്തർക്കും ഓരോരോ കഴിവാണ്. ഒരാള് പടം വരയ്ക്കുന്നു, ഒരാള് അത്ലറ്റാണ്, ഒരാള് പാടുന്നു, ഒരാള് ഡാൻസ് ചെയ്യുന്നു, ഒരാള് ഫിലിം ഡയറക്ട് ചെയ്യുന്നു, ഒരാൾ അഭിനയിക്കുന്നു, അങ്ങനെ എന്തോരം. അതുപോലെ നമ്മുടെ യൂണിക്നെസ് എന്താന്ന് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്ന് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. ബട്ട് സ്റ്റിൽ നിങ്ങളത് കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എനിക്കൊരു കഴിവുമില്ലേ എന്നും പറഞ്ഞ് കരുതി നടക്കുമൊന്നും വേണ്ട. എല്ലാവരും യുണീക്കാണ്. നമുക്ക് എല്ലാവർക്കും യുണീക്കായിട്ടുള്ള കഴിവുകളും, നിന്നെ പോലെ നീ മാത്രമേ ഉള്ളൂ. അത്രേ മനസ്സിലാക്കിയാൽ മതി. അടിപൊളിയാണ്. നിന്നെ പകരം വെക്കാൻ ആർക്കും പറ്റില്ല. എന്താണ്, ദൈവം നമ്മളെ അങ്ങനെയാണ് സൃഷ്ടിച്ചേക്കുന്നത്. അതൊരു അടിപൊളി കാര്യമാണ് സത്യം പറഞ്ഞാൽ.